ശക്തമായ കാന്തപുരം വിരോധം പിടികൂടിയ ഒരു വിഭാഗം കാന്തപുരം ഉസ്താദിനെയും പ്രസ്ഥാനത്തെയും കരിവാരിത്തേക്കാൻ ഒരു കുടുംബത്തിന്റെ സ്വൈര്യജീവിതം തകർത്ത കഥയാണ് ഇവിടെ പറയുന്നത്. ഈയിടെ സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം കള്ളത്തരം പ്രചരിപ്പിച്ചതാണ് ഒരു കുടുംബത്തിന് തീരാ രോധനമായി മാറുന്നത്. വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്തു വെച്ച് മധുവിധു നുകരാൻ വെമ്പൽ കൊള്ളുന്ന വധൂവരന്മാർക്ക് ചേളാരി വിഭാഗം സമ്മാനിച്ചത് സമാധാനമില്ലാത്ത രാവുകൾ. കഥയിലേക്ക് കടക്കാം, കാര്യത്തിലേക്ക് കടക്കാം. കണ്ണൂർ ജില്ലയിലെ ചപ്പാരപ്പടവ് പെരുവണ എന്ന സ്ഥലത്ത് ഒരു ചെറുപ്പക്കാരൻ്റെയും വലിയില്ലാത്ത ഒരു പെൺകുട്ടിയുടെയും നിക്കാഹ് സ്ഥലം ഖാദിയായ KP ഹംസ മുസ്ലിയാർ ചിത്താരി ജൂലൈ 30 പെൺകുട്ടിയുടെയും ചെറുപ്പക്കാരൻ്റെയും ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ ചെയ്തു കൊടുക്കുന്നു. ശേഷം ചേളാരി വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 2 അഥവാ ആദ്യ നിക്കാഹ് നടന്ന 3-4 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും നടത്തുന്നു. ഇനിയാണ് കള്ളപ്രചരണത്തിൻ്റെ തുടക്കം. മഹലിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി AP വിഭാഗം ഓഗസ്റ്റ് 6 വ്യാഴാഴ്ച രണ്ടാമതും പുനർനിക്കാഹ് നടത്തി എന്നായിരുന്നു നുണപ്രചരണം. നുണക്ക് കൊഴുപ്പ് കൂട്ടാൻ ചിത്താരി ഉസ്താദിനൊരു ഫോൺ കോളും. ഉസ്താദേ, ആദ്യം നടന്ന നിക്കാഹിന് ശേഷം അവര് ബന്ധപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് ഹറാമിലല്ല വരിക. അപ്പൊ അതിൽ പിറക്കുന്ന കുട്ടികളുടെ ഇസ്ലാമിന്റെ മാനദണ്ഡം എന്താണ് ഉസ്താദേ? അതല്ല ഉസ്താദെ, ഫോണിലാണെങ്കിലും നേരിട്ടാണെങ്കിലും ഇസ്ലാമിന് മാനദണ്ഡം ഒന്നല്ലേ ഉണ്ടാവുള്ളൂ. തട്ടിപ്പ് മനസ്സിലാക്കിയ ചിത്താരി ഉസ്താദ് ഫോണിലൂടെ സംസാരിക്കാൻ താൽപ്പര്യമില്ല എന്ന മറുപടി നൽകി. രണ്ടാമത് നിക്കാഹ് നടത്തിയത് ചിത്താരി ഉസ്താദ് ആണ് എന്ന് പൊതുജനത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു കുതന്ത്രമായിരുന്നു അത്. എന്നാൽ പുതിയാപ്പിള തന്നെ പറയട്ടെ, ആരുടെ നിക്കാഹാണ് ആദ്യം നടന്നതെന്ന്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പെൺകുട്ടിയെ നിക്കാഹ് കഴിച്ച മുഹമ്മദ് കുഞ്ഞി എന്ന ചെറുപ്പക്കാരനുമായുള്ള ഫോൺ സംഭാഷണത്തിന്റെ പ്രസക്ത ഭാഗങ്ങളാണ് നിങ്ങളെ കേൾപ്പിക്കുന്നത്. ഹലോ, പറഞ്ഞോളി. പിന്നെ നമ്മൾ ഇപ്പൊ അടുത്ത് 2 നിക്കാഹ് നടന്നു പറഞ്ഞിട്ടൊരു ചർച്ചല്ലായിരുന്നോ, ഒരു വിഷയല്ലായിരുന്നോ? അത് നിങ്ങൾ തന്നെയല്ലേ? അത് ആദ്യം ആരാണ് ശരിക്കും നിക്കാഹ് ചെയ്തത്? ചിത്താരി ഉസ്താന്റെ അല്ലേ? ആദ്യം സുൽത്താനെ നിക്കാഹ് കഴിഞ്ഞ് ഉസ്താന്റെ പരിചയമുണ്ടാ? പരിചയമുണ്ട്. ഈ ആദ്യം ചിത്താരി ഉസ്താദ് നിക്കാഹ് നടത്തി എത്ര ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് മറ്റേ നിക്കാഹ് നടക്കുന്നത്? 4-ാമത്തെ ദിവസം, 5-ാമത്തെ ദിവസം. 5-ാമത്തെ ദിവസമാണല്ലേ? ഓക്കെ. അത്ഭുതപ്പെടാനില്ല. ഓണപ്പറമ്പിൽ സ്വന്തം മദ്രസയും മുസ്ഹഫും കത്തിക്കുകയും സുന്നി പ്രവർത്തകരുടെ തലയിൽ കെട്ടിവെക്കുകയും ഒടുവിൽ അവർ തന്നെ അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്ത ചേളാരി വിഭാഗത്തിന്റെ തനി സ്വഭാവം തന്നെയാണ് ഇവിടെയും പുറത്തു വന്നത്. രണ്ടാമത് നിക്കാഹ് നടത്തിയത് ചേളാരി വിഭാഗം, പിന്നീടത് സുന്നി പ്രവർത്തകരുടെ തലയിൽ കെട്ടിവെക്കുന്നു. അതിനായി നാഥനില്ലാത്ത ഒരു കുടുംബത്തെ ബലിയാടാക്കുന്നു. പണ്ഡിതന്മാരുടെ പേരിൽ കള്ളത്തരം മാത്രം പറഞ്ഞ് പണ്ഡിതന്മാരുടെ കാർട്ടൂൺ വരച്ച് മനുഷ്യത്വം മരവിച്ച ഒരു ചേളാരി വിദ്വാന്റെ കള്ളത്തരത്തിൽ നിന്ന് ഒരൽപ്പം മാത്രമാണിത്. തീർന്നില്ല, കാന്തപുരം വിരോധം തുടരുകയാണ്. കളവ് സ്ഥിരപ്പെടുത്താൻ നിക്കാഹ് കഴിഞ്ഞ ചെറുപ്പക്കാരന്റെ ഉമ്മയെ ഉപയോഗപ്പെടുത്തുന്ന ദയനീയമായ രംഗം. സ്ത്രീകളെ കൊണ്ട് കാന്തപുരം ഉസ്താദിനെ തെറി പറയിപ്പിച്ചാൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കൽ എളുപ്പമാകുമെന്ന് മനസ്സിലാക്കിയ ചേളാരി വിഭാഗം ആണുങ്ങളില്ലാത്ത സമയം നോക്കി വീട്ടിൽ കയറി ചെന്ന് വാട്സപ്പും ഫേസ്ബുക്കും അറിയാത്ത ആ പാവം ഉമ്മയെ തെറ്റിദ്ധരിപ്പിച്ച് ഉസ്താദുമാരെ തെറി പറയിപ്പിച്ച് വീഡിയോയിൽ പകർത്തിയ ഒരു വിഭാഗം. കാന്തപുരം വിരോധത്തിലൂടെ ഒരു കുടുംബത്തിന്റെ സ്വൈര്യജീവിതം തകരുകയാണെന്ന് ഇവർ ഓർത്തില്ല. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഒരു ഉമ്മാക്ക് സ്വമേധയാ ഈ വിധത്തിൽ പറയാൻ കഴിയുമെന്ന്? കേൾക്കുക, ആ ഉമ്മയുടെ മകൻ തന്നെ പറയട്ടെ. പിന്നെ എന്താണ് ഉമ്മ AP ഉസ്താദിനെ കുറിച്ച് കുറെ ചീത്ത പറഞ്ഞതായിട്ട് ഇങ്ങനെ ഫേസ്ബുക്കിലും വാട്സാപ്പിലൊക്കെ ഉണ്ടല്ലോ, അതെന്താ? ഉമ്മ നന്നായിട്ട് എന്തൊക്കെയോ ഉമ്മ പണ്ട് ഞാൻ ദേശത്ത് കുറെ ചങ്ങായിമാരെ പാലിപ്പിച്ചതാണ്. പക്ഷെ ആ വീട്ടിലുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഉണ്ടായിട്ടില്ല. കുറെ പാലിപ്പിക്കും തന്നെ ഉമ്മ ദേശത്ത് ഉമ്മ പണ്ട് ഞാൻ ദേശത്ത്
കുറെ ചങ്ങായിമാരെ പറയിപ്പിച്ചതാണ്. പക്ഷെ ആ വീട്ടിലുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ്. പക്ഷെ അത് ഞാൻ ഉണ്ടായിരുന്നു. ഞാൻ വൈഫിന്റെ വീട്ടിലുണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നു. ഞാൻ ഓരോ വീട്ടിലുണ്ടായിരുന്നു. എനിക്കും വന്ന് ഞാൻ എത്തിപ്പോയെ. അല്ല ഉസ്താനെ ഇങ്ങനെ നിങ്ങളോട് ആരൊന്നും ചോദിച്ചില്ല, നേരെ ഉമ്മാനോട് ചോദിച്ചല്ലേ? ഞാൻ ഇങ്ങനെ എത്തി നോക്കുമ്പോ അല്ല ഉമ്മ സംഭാഷണമൊക്കെ വെക്കുന്നു. വാട്സപ്പ് ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോ കിട്ടുന്നു. ഉമ്മ സ്വയം ബോധത്തോടു കൂടി അല്ല പറഞ്ഞത്, മറ്റുള്ളവര് നിർബന്ധിച്ചുകൊണ്ടാണ് ഉമ്മ അങ്ങനെ പറഞ്ഞത് അല്ലേ? അതായിക്കൂല. ഞാൻ വീട്ടിലായിപ്പോയി. അല്ല ഞാൻ സമ്മതിക്കൂല. എന്ത് ഉസ്താൻ മാത്രം പറയുന്നു. ഉസ്താൻ പറയേണ്ട ആവശ്യമില്ല. എങ്ങനെ ഇപ്പൊ നിങ്ങളെ ഉമ്മാന്റെ വീഡിയോ, നിങ്ങളെ ഉമ്മ ഒരു പെണ്ണല്ലേ, അപ്പൊ അത് സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലും അവിടെ ഇവിടെയൊക്കെ പ്രചരിപ്പിക്കുന്ന തീരെ ശരിയില്ലല്ലോ. അപ്പൊ നിങ്ങൾ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടല്ലോ, നിങ്ങൾ ജീവിച്ചിരിപ്പുള്ളപ്പം തന്നെ മറ്റൊരാളോട് നിങ്ങളെ ഉമ്മാനോട് ഇങ്ങനെയൊക്കെ ചോദിച്ച് വെറുതെ ഉസ്താദന്മാരെ തെറി പറയിപ്പിക്കേണ്ട ആവശ്യം എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. പക്ഷെ ഞാൻ വൈഫിന്റെ വീട്ടിലല്ലേ, ഞാൻ പഠിപ്പിക്കില്ല. സ്വന്തം ഞാൻ പഠിപ്പിക്കില്ല. നിങ്ങളില്ലാത്ത സമയം നോക്കിയിട്ട് ഉമ്മാന്റെ അടുത്ത് വന്നതാണ് അല്ലേ? പിന്നെ ഞാൻ വാട്സപ്പിൽ സെർച്ച് ചെയ്യാൻ പറയുന്നത് ഇതെന്റെ ഉമ്മയല്ലേ, ഇതെന്ത് ഇങ്ങനെ സംഭവിച്ചത്. എനിക്ക് തന്നെ ആക്സെപ്റ്റ് ആയി പെട്ടെന്ന് കേട്ടിട്ട് അങ്ങനെ സംഭവം. മകൻ ഭാര്യ വീട്ടിൽ പോയ തക്കം നോക്കി ആണുങ്ങളില്ലാത്ത വീട്ടിൽ കയറി ചെന്ന് അന്യസ്ത്രീയുടെ വീഡിയോ പകർത്തി ഫേസ്ബുക്കിലും വാട്സപ്പിലും പ്രചരിപ്പിച്ച ചേളാരിക്കാര, നിങ്ങൾക്ക് മാപ്പുണ്ടോ? വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്തു വെച്ച വധൂവരന്മാർ ആഗ്രഹിക്കുന്നത് എന്തായിരിക്കും? മധുവിധു നുകരാൻ വെമ്പൽ കൊള്ളുന്ന ആ ചെറുപ്പക്കാരന് ചേളാരി വിഭാഗം സമ്മാനിച്ചത് എന്താണ്? തലയുയർത്തി നടക്കാൻ പറ്റാത്ത അവസ്ഥ. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ടുണ്ടാവില്ല ഇത് കേട്ടിട്ടില്ലേ? കുറെ ആൾ പക്ഷെ മുഖത്ത് നോക്കാൻ കഴിയില്ല. ഭയങ്കര നാളിപ്പോയി, ഭയങ്കര ഇതായി പോയി, ചീറ്റായി പോയി. നിന്റെ നിൽക്കാകാനും മറ്റേയാണെങ്കിലും പറയുന്നത് ഭയങ്കര. എല്ലാം വരുത്തിവെച്ചു, എന്നിട്ടും ആ കുടുംബത്തെ സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിക്കുന്നുണ്ടോ ഇവർ? ഇല്ല. ഭീഷണിയുടെ ഫോൺ കോളുകളാണ്, പരിഹാസമാണ്. പാവപ്പെട്ട ഒരു കുടുംബം, നാഥനില്ലാത്ത ഒരു കുടുംബത്തിനു വേണ്ടി അധ്വാനിക്കുന്ന ആ ചെറുപ്പക്കാരൻ ചേളാരിക്കാരുടെ ചെയ്തികളെക്കുറിച്ച്, ഭീഷണിയെക്കുറിച്ച് ആവലാതി പറയുന്നത് കേൾക്കുക. ഭയങ്കര ഭീഷണിപ്പെടുത്തി. എനിക്കൊരു ഗുണമുണ്ടാവില്ല, കൈ പിടിച്ചല്ലേ, അങ്ങനെയില്ല. ഭയങ്കര ഭീഷണി. ചങ്ങായിമാരല്ലോ, എനിക്ക് കച്ചവടത്ത് ബിസിനസ് ഒന്നും ഉണ്ടാവില്ല, മറ്റേയാണ് നിന്റെ പെണ്ണൊരു ഗുണമുണ്ടാവില്ല, ഇങ്ങനെ സംഭവം പറയും. എനിക്കൊരു ഭാവി നശിക്കുമോനെ, ഹംസുസ്ഥാന്റെ കീഴാണ് നിന്റെ പറയും. അങ്ങനെ അവര് പറയുന്നു. നിന്റെ അവ കൊറേ ടീം തന്നെയാ. അവർ തന്നെ നിന്റെ ജീവൻ നായ നക്കി മോനെ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, എന്നാ ശരി, ഗുഡ് ബൈ എന്നിട്ട് ഇപ്പൊ ഫോൺ ചെയ്ത് കളിച്ചത്. ഗൾഫും തന്നെ ഇതു. ഞാൻ പറഞ്ഞ പ്രശ്നമില്ല, ഇനിയില്ല, എന്റെ ഇഷ്ടം പോലെയാണ്. ഇനി എന്റെ ഭാര്യയും ഞാൻ എന്റെ ജീവിതം പോലെയാണ്. ഇനി എന്റെ പാടായി ഞാൻ നോക്കിക്കൊന്നവളുടെ. ഓ ഇപ്പൊ നീ അങ്ങനെയായല്ലേ, ഇപ്പൊ എന്നെ വേണ്ടല്ലേ. ചങ്ങായിയുടെ ആവശ്യം വരും മോനെ, ആയിട്ടില്ല, കുറച്ച് സമയം ആയിട്ടില്ല. ഇപ്പം വയ്യേ, ഇപ്പൊ അങ്ങനെ ചിന്തിക്കൂ, ചങ്ങായിയുടെ സമയം ആയി വൈകുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ. ആശുപത്രി കേസ് വരുമ്പോ പൈസ വായ്പില്ല, നമ്മൾ തന്നെ ആവശ്യപ്പെടൂ, അങ്ങനെ പറഞ്ഞത്. സാധാരണ ഒരു നല്ലൊരു മുഹൂർത്തങ്ങൾ ഉണ്ടാവില്ല, നിങ്ങൾക്ക് ഭയങ്കര വിഷമായി പോയില്ലേ? അന്റെ ഇപ്പൊ ചങ്ങായി വരുന്നേ, നീ അല്ലെങ്കിൽ മരിക്കാ സുഖമോനെ, നിന്നെ കൊണ്ട് ഞാൻ നാറി നിന്റെ വിഷമത്തിന് നീ എന്തിനാ നാടുന്ന്? ഞാൻ എന്ത് മരിക്കണ്ടേ? അന്റെ മിനിറ്റേ, ഇപ്പം പറയുന്നേ, നിക്കലൊന്ന് കീടനാശിന് കുടിച്ചിട്ട് ചത്തൂടെ, നീ എന്തിനാ ഓരത്തിങ്ങ ജീവിക്കുന്നു? അംസ്ഥാന കൈ കൊടുത്തല്ലേ, അങ്ങനെ ഇപ്പം പറയുന്നു. മനസ്സിലാകുന്നില്ല? വിഭാഗത്തിനോടുള്ള അതിയായ എന്താ പറയാ ശത്രുതയാണ് അങ്ങനൊക്കെ പറയാൻ കാരണം. എരിവശാറ്റ് എനിക്ക് കഴിച്ചൂടെ മോനെ, എന്തിനാ ജീവൻ എടുക്കുന്നു? എനിക്ക് പല പണിയില്ലെന്ന് ചോദിക്കുന്നു. ഞാൻ പറഞ്ഞ എന്റെ ഇഷ്ടമല്ല, എന്തിനാ ജീവൻ എടുക്കുന്നു? ആറാമില്ല ഇരിക്കുന്ന പോലും, നല്ല നേരിലേ പോകുന്നു. ഭയങ്കര സംഭവം. ഞാൻ പറഞ്ഞ നിക്കാവോ, ഈ പെണ്ണല്ലേ, രണ്ട് പെണ്ണല്ലാണ്. ഇപ്പൊ അഞ്ചു പറഞ്ഞ ചങ്ങായിമാര് 2 കൈ കൊടുക്കാൻ മതിയാണ്. ഏത് കൈയാ കൊടുക്കേണ്ടത് ചോദിക്കുന്നു.
ഒന്ന് അംസ്തുസ്ഥാന്റെയും ഒന്ന് മറ്റവരിലെ കീറോഡിന്റെ നയിക്കുന്നു. ഭയങ്കര ഭീഷണി. ലജ്ജിക്കൂ സമൂഹമേ, കാന്തപുരം ഉസ്താദിനോടും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തോടുമുള്ള വിരോധം ഇവരെ ചെന്നെത്തിച്ചത് എങ്ങോട്ടാണ്? ഒരുപക്ഷെ അടുത്ത ദിവസം തന്നെ ഇതിനെല്ലാം മറുപടി ആ ചെറുപ്പക്കാരനെ കൊണ്ട് ഇവർ പറയിപ്പിച്ചേക്കാം. എന്തും ചെയ്യാൻ മടിക്കാത്ത ചേളാരി ഗുണ്ടകൾ ഇദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി തിരുത്തി പറയിപ്പിച്ചേക്കാം. കാത്തിരുന്ന് കാണുക.